എൻ്റെ പേര് ജാസ്മിൻ. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ മോൾ ഏഞ്ചന. മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മോൾക്ക് അവളൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തൊട്ട് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അതത്ര കാര്യമാക്കിയിരുന്നില്ല. പിന്നീടും ഈ കുട്ടി തുടർച്ചയായി എപ്പോഴും തലവേദന പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഞങ്ങളുടെ അടുത്തുള്ള ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ സ്കാനിങ്ങിൽ ഈ കുട്ടിയുടെ 2 കിഡ്നിക്കും സിസ്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ കിഡ്നിക്ക് സിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ മോൾക്ക് എപ്പോഴും തലവേദന വരുന്നത്. കിഡ്നിക്ക് സിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവൾക്ക് ഹൈ BP ആണ്. ആ BPയുടെ ഭാഗമായാണ് തലവേദന ഉണ്ടാവുന്നതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. തീർച്ചയായും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമായി. ഞങ്ങൾ അമൃത ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഒരു 6-7 ഹോസ്പിറ്റലിൽ പോയി പല നെഫ്രോളജിസ്റ്റിനെയും കൺസൾട്ട് ചെയ്തു. വളരെയധികം വിഷമിച്ചു. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് ഇവളുടെ ലൈഫ് ലോങ് ഇവളെ BPയുടെ ടാബ്ലറ്റ് എടുക്കണം, ഒരിക്കലും BPയുടെ ടാബ്ലറ്റ് നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വർഷങ്ങളായി, ഒരു ഏകദേശം 6 വർഷത്തോളമായി ഈ മോള് BPയുടെ ടാബ്ലറ്റ് 2 നേരവും എടുക്കുന്നുണ്ട്. വളരെ മൈൽഡായിട്ട് മതി, 2.5 ഈച്ച് അങ്ങനെ ഒരു രീതിയിലായിരുന്നു ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാ വർഷവും 2-3 തവണ, 2016 മുതൽ 2-3 തവണ ഈ കുട്ടിക്ക് സ്കാനിങ് എടുക്കും. അപ്പോൾ ഓരോ സ്കാനിങ് റിപ്പോർട്ടിലും അന്ന് ഞാൻ കൃപാസനത്തിൽ വരുന്നില്ല. ഓരോ സ്കാനിങ് റിപ്പോർട്ടിലും സ്കാനിങ്ങിന് മുൻപും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ ഈ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് നോർമൽ ആകണേ, ഒന്നും കുഴപ്പമുണ്ടാവില്ലേ. പക്ഷേ പല വർഷങ്ങളിലും സെയിം റിപ്പോർട്ട് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 2 കിഡ്നിയിലും സിസ്റ്റ് നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെ. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. പല പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി, എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഞാൻ 2022 മാർച്ചിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മോളുടെ കാര്യമായിരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നത്. ഉടമ്പടിയുമായി ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ കഴിയുന്ന വണ്ണം ഉടമ്പടിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഭംഗിയായി ഞാൻ ചെയ്തു. രാവിലെ എണീറ്റ് മാതാവിൻ്റെ പ്രാർത്ഥന കൃത്യസമയത്ത് ചൊല്ലും, ബൈബിൾ അരമണിക്കൂറോളം വായിക്കും. കഴിയുന്ന ദിവസങ്ങളിൽ, ഞാനൊരു ടീച്ചറാണ്, സ്കൂളിൽ പോകേണ്ട ദിവസം പോലും പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെയും ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാന മുടക്കാതെ കാണുമായിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഞാൻ മുൻപോട്ട് പോയി. അപ്പോൾ 2022 മാർച്ചിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2022 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും എനിക്കെന്തോ അതിശക്തമായ ഒരു തോന്നൽ, വീണ്ടും ഒരു സ്കാനിങ്ങും കൂടെ ഈ കുട്ടിക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ മോളെയും കൊണ്ട് ആദ്യമായി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും നാളായി BPയുടെ ടാബ്ലറ്റ് എടുക്കുന്നു, അത് നിർത്തണം. ഇത് ഈ കുട്ടിക്ക് അങ്ങനെ BPയുടെ ടാബ്ലറ്റ് കൊടുക്കുന്നത് നല്ലതാണോ? നമുക്ക് ഏതായാലും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ അതിന് മുൻപ് നമുക്ക് ഒരു സ്കാനിങ്ങും കൂടെ എടുക്കാം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ തന്നെ എന്നെ നിർബന്ധിച്ച് മോളെ ഞങ്ങൾ വീണ്ടും ഒരു സ്കാനിങ് എടുപ്പിച്ചു. അപ്പോൾ ആ സ്കാനിങ്ങിൽ ആ കുട്ടിയുടെ തലേ വർഷം വരെ ചെയ്ത റിപ്പോർട്ട്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. ആ കുട്ടിയുടെ, ഈ മോളുടെ 2 കിഡ്നിയിലും സിസ്റ്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. 2022 മാർച്ചിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു, മമ്മേ നമുക്ക് 2-3 ആഴ്ചത്തേക്ക് ഈ ടാബ്ലറ്റ് ഒന്ന് നിർത്തി നോക്കിയാലോ. അപ്പോൾ ഒരു നേരം ഈ BPയുടെ ടാബ്ലറ്റ് മുടങ്ങുമ്പോൾ ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, തലവേദന, അസ്വസ്ഥതകൾ. അപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇവൾക്ക്
തലവേദന ഇല്ലാത്ത കാരണം ഞാൻ ഇടയ്ക്ക് വീണ്ടും ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് BP ചെക്ക് ചെയ്തപ്പോൾ BP നോർമലാണ്. അതിനുശേഷമാണ് 2022 സെപ്റ്റംബറിൽ വീണ്ടും ഞങ്ങൾ നിന്ന് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് നോർമലാണെന്നാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ചെയ്തത്, മോൾക്ക് എന്നും ഞാൻ വെള്ളത്തിനകത്ത് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിടും. അത് അവൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ അത് നിറച്ച് വെക്കും. അങ്ങനെ അവളത് കുടിക്കും. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ മോൾക്ക് വലിയ ഒരു സൗഖ്യം ലഭിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈ മോളുടെ കാര്യം തന്നെയാണ് ഞാൻ ഉടമ്പടിയിൽ വീണ്ടും വെച്ചത്. ഇവൾക്ക് പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ, കൈയൊക്കെ വിയർക്കുക. കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ ആകപ്പാടെ വെപ്രാളം. ഇവൾ 10th എനിക്കും ആകപ്പാടെ സങ്കടം. ദൈവമേ, റിസൾട്ട് മോശമാകുമോ? ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നും ഇവളെ എക്സാമിന് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടുമായിരുന്നു. ഇവിടുന്ന് ലഭിച്ച മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എന്നും യൂണിഫോമിൽ പിൻ ചെയ്ത് വിടുമായിരുന്നു. പരീക്ഷയ്ക്ക് ഇവളെപ്പം എക്സാം ഹോളിൽ കയറുന്നു എന്ന് എനിക്കറിയാം. അന്ന് ഞാൻ വീട്ടിലുണ്ടാവും. ആ എക്സാം ഡേയ്സിലൊക്കെ മിക്കവാറും എനിക്കും ഹോളിഡേയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എക്സാം ഡ്യൂട്ടി ഉണ്ട് എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ലാഗ് കിട്ടും. ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ഭാഗ്യവശാൽ ഇവരുടെ എക്സാം. അപ്പോൾ ഇവർ എക്സാമിന് കയറുന്ന സമയം മുതൽ എക്സാം തീരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എക്സാം തുടങ്ങുന്നത് തൊട്ട് തീരുന്നിടം വരെ ചെല്ലുമായിരുന്നു അമ്മയുടെ ഫോട്ടോയുടെ മുൻപിലിരുന്ന്. മോൾക്ക് റിസൾട്ട് വന്നപ്പോൾ 95% അവൾ 10th പാസ്സായി. അടുത്തതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യം ഇവളുടെ ബ്രദറിൻ്റെ കാര്യമായിരുന്നു. അവൻ ഈ വർഷം 10th പാസ്സായി. അവൻ മിടുക്കനായിരുന്നു എങ്കിലും അവനൊരു 10 മിനിറ്റ് സമയം പോലും ഇരുന്ന് പഠിക്കില്ലായിരുന്നു. എനിക്കിത് കാണുന്നതേ വിഷമമാണ്. ഞാനിത് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ പറയും, എനിക്കെല്ലാം അറിയാം, അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ, ഈ പ്രാവശ്യത്തെ 10th റിസൾട്ട് വന്നപ്പോൾ അവനെ മാതാവ് ഫുൾ A+ കൊടുത്ത് അവനെയും അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായി എൻ്റെ മമ്മിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. എൻ്റെ മമ്മിക്ക് ഏകദേശം ഒരു 44-45 വർഷമായിട്ട് അതിശക്തമായ നടുവേദനയുണ്ട്. ഒരു 4 വർഷമായിട്ട് മമ്മിക്ക് ഇതൊട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം മമ്മിയുടെ ഈ അവസ്ഥ കാണുമ്പം നമ്മളും കരഞ്ഞു പോകും. വടി കുത്തിയാണ് മമ്മി നടക്കുന്നത്. അപ്പം ഡോക്ടർ എന്നെ ന്യൂറോയുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, മമ്മിക്കിപ്പം 68 ഇയേഴ്സ് കഴിഞ്ഞു, ഇനിയും ഒരു സർജറി, അതായത് സ്പൈൻ ഫിക്സേഷൻ എന്ന് പറയുന്ന നട്ടെല്ലിന് ഒരു സർജറി ചെയ്താൽ മാത്രമേ മമ്മിക്ക് ഈ വേദനയിൽ നിന്നും ഒരു റിലീഫ് കിട്ടത്തുള്ളൂ എന്നാണ് ന്യൂറോളജിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സർജറി ചെയ്യുന്നതിന് ആർക്കും അഭിപ്രായമില്ല. എൻ്റെ ബ്രദറും ഇവിടെ ഇല്ല, പപ്പായിക്കും വയ്യ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത്രയും പ്രായമായില്ലേ, ഇനി ഇത് സർജറി ഒന്നും ഇല്ലാതെ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ മമ്മിയുടെ ഈ വേദന കാണുമ്പം, വീട്ടിൽ ചെല്ലുമ്പം മമ്മിയെ കാണുമ്പോൾ അതിലും വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഉടമ്പടിയിൽ നിയോഗമായി വെച്ചിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ധൈര്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്ന്, എൻ്റെ മമ്മിയില്ല, പപ്പയില്ല, ഞാൻ തന്നെ ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് സർജറിക്ക് വേണ്ടി ഒരു ഡേറ്റ് എടുത്തു. ഡോക്ടർ ഡേറ്റ് പറഞ്ഞു. അങ്ങനെ സർജറി ഫിക്സ് ചെയ്തു. ഈ 2024 ഏപ്രിൽ 23 എൻ്റെ മമ്മിയുടെ സർജറിയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത്, ഇലക്ഷൻ്റെ സമയമാണ് 26th. ആ സമയത്ത് ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മേ, ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ മമ്മിയുടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കും. പക്ഷേ അത്ഭുതകരമായി മാതാവ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും എന്നെ ഒഴിവാക്കി തന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മമ്മിയുടെ സർജറിക്ക് ഓടി നടന്ന് എല്ലാ സഹായങ്ങളും എൻ്റെ മമ്മിക്ക് ചെയ്യാൻ മാതാവ് എന്നെ അത്ഭുതകരമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അടുത്തതായിട്ട്
എൻ്റെ മമ്മിക്ക് ഒരു 2 വർഷം മുന്നേ മമ്മിക്ക് വേറൊരു സർജറി ഉണ്ടായിരുന്നു. അത് മുട്ടുകാലിൻ്റെ സർജറി ആയിരുന്നു. ആ സർജറിക്ക് മമ്മിയുടെ മെഡിസപ്പിൻ്റെ പ്രിവിലേജ് മമ്മിക്ക് കിട്ടണമെങ്കിൽ മമ്മിക്ക് ആധാറിലെയും പാൻ കാർഡിലെയും മെഡിസപ്പ് കാർഡിലെയും എല്ലാം പേര് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, മെഡിസപ്പിൻ്റെ അതോറിറ്റീസ് പറഞ്ഞു, ഇതിങ്ങനെ പേരാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് 2 ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആയി. 1 and സെയിം സർട്ടിഫിക്കറ്റ് മമ്മിക്ക് കിട്ടുകയും സർജറി വിജയകരമായിട്ട് എല്ലാ പ്രിവിലേജും കിട്ടി നടക്കുകയും ചെയ്തു എന്ന് അതിനും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യമാണ്. കാരണം അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യമാണ്. എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് OET ക്ലിയർ ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് OET ക്ലിയറായി. അവളിപ്പോൾ UK രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വീണ്ടും ഒരു 4-5 വർഷം മുൻപ് എൻ്റെ ഉള്ളംകാലിൽ കാൽവെള്ളയിൽ ഞാൻ യാദൃശ്യമായി നടക്കുമ്പോഴൊക്കെ ഒരു വേദനയുണ്ട്. ഞാൻ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു 4-5 സ്ഥലത്തായിട്ട് നല്ല കല്ലിപ്പ്. പിന്നെ ചെറുതായി ആ വേദന എനിക്ക് കൂടി വന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു കസിൻ ചേച്ചിയെ കാണിച്ചപ്പം ചേച്ചി പറഞ്ഞു, ഇതെന്തോ ആണി പോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷേ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും സാഹചര്യം കൊണ്ട് ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ചെയ്തത് ഇത്ര മാത്രം, മാതാവിൻ്റെ ഉടമ്പടി തൈലം കാലിൻ്റെ വെള്ളയിൽ കുരിശ് വരച്ച് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു 2 ദിവസം. പക്ഷെ പിന്നീട് ഞാൻ ഈ കാര്യം അങ്ങ് മറന്നേ പോയി. തിരക്ക് കാരണം ഒരു 6-7 മാസം മുൻപ് നോക്കുമ്പം ഒരു പാട് പോലും അവിടെ എനിക്ക് കാണാനില്ല, വേദനയില്ല. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നതിനോടൊപ്പം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണേ എന്നപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. 1 മിനിറ്റ് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ ഈ മൈക്കൊന്ന് കൊടുക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഏഞ്ചന ജോമോൻ മാത്യു. ഞാൻ ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു 6 years ആയിട്ട് BP എനാലാപ്രിൽ എൻവാസ് എന്ന് പറഞ്ഞ BP ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അത് എടുത്തപ്പോൾ ഞാൻ 4th സ്റ്റാൻഡേർഡിലായിരുന്നു പഠിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനത് എൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു ആ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാതെ കുറച്ച് പ്രായമുള്ളവർക്ക് വരുന്ന അസുഖമാണ് BP എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഫുഡും എക്സസൈസും എല്ലാം നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടെല്ലാം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഒരു 6 years ബാക്ക് ഞാൻ 2022 ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ മമ്മിയുടെ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത് +1. അപ്പം +1 +2 പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പം എനിക്ക് ചുമ്മാ വിചാരിച്ചു ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ചെക്കപ്പ് ചെയ്തപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഇത്ര നാളായിട്ടും BP ടാബ്ലറ്റ് എന്തിനാണ് എടുക്കുന്നത്, ഒരു മാസത്തേക്ക് നിർത്തി നോക്കാൻ പറഞ്ഞു. അപ്പം നിർത്തി നോക്കിയപ്പം എനിക്കങ്ങനെ തലവേദനയോ, സാധാരണ ഒരു BP നിർത്തുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും തലകറക്കം, തലവേദന എന്തെങ്കിലും വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് അതൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് BP പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചെക്കപ്പ് ചെയ്തില്ല. പിന്നെ +2 ഇപ്പം ഞാൻ കറൻ്റ്ലി കഴിഞ്ഞതേ ഉള്ളൂ. +2 കഴിഞ്ഞ് ഞാനൊരു കോഴ്സിന് പോകുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു മമ്മിയോട് ഞാൻ പറഞ്ഞു ചെക്കപ്പ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ പോയി. മമ്മി എന്നോട് പറഞ്ഞത് ചെക്കപ്പ് ചെയ്യണമെന്ന്. അപ്പം ന്യൂറോളജിസ്റ്റിനെ അന്ന് കൺസൾട്ട് ചെയ്ത്. അപ്പം ന്യൂറോളജിസ്റ്റ് ഫസ്റ്റ്ലി BP ആണ് അത് ആദ്യമേ നോക്കിയത്. BP നോക്കിയപ്പം 130/70 ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു BP നോർമലാണ്, ഇപ്പം ടാബ്ലറ്റ് എടുക്കുന്നില്ലല്ലോ. അപ്പം പക്ഷേ കിഡ്നിക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കിഡ്നിക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും BP ടാബ്ലറ്റ് കഴിക്കണം, അല്ലെങ്കിൽ സിസ്റ്റ് പോകത്തില്ല, വീണ്ടും കൂടും. അപ്പം ചുമ്മാ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ആ സിസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും, കാരണം ഒരു അസുഖം വന്നാൽ ഒരിക്കലും നമുക്കത് മാറത്തില്ല എന്നൊരു ആയിരുന്നു ഞാൻ. വലിയ ഭക്തിയൊന്നുമില്ല. എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അത് എനിക്ക് ദൈവം വേറൊരു രീതിയിലും തന്നു. അതായത് ഞാൻ +2 പഠിക്കുന്ന സമയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സയൻസ് ഞാൻ എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിരുന്നതാണ്. സയൻസ് എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ല.
പപ്പായും മമ്മിയും എങ്ങനെയും എടുക്കുമെന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ സയൻസ് എടുത്തും ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ, എനിക്ക് പറ്റുകയില്ലെന്ന്. പക്ഷേ എങ്കിലും എൻ്റെ പ്രതീക്ഷ കൈവിടാതെ ഞാൻ എങ്ങനെയും എനിക്ക് നല്ല മാർക്ക് വാങ്ങണമെന്ന് വെച്ച് ഞാൻ പഠിച്ചു. പക്ഷെ പഠിച്ചപ്പോഴും അത്ര മാർക്ക് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 85% എൻ്റെ ഭാഗത്ത് നിന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പ് 85% പ്രതീക്ഷിച്ച ആളാണ് ഞാൻ. അത് വന്നു കഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഒരു 5 A+ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മാത്സിനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ്. റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ അറിയുന്നത് എനിക്ക് 96% ഫുൾ A+ഓടെ എനിക്ക് +2 പാസ്സാകാൻ കഴിഞ്ഞു. അത് ഞാൻ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഫുൾ A+ കിട്ടണമെന്ന്. അതുപോലെ എൻ്റെ ഒരു രോഗം ക്യൂർ ആകണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ചിന്താഗതി പോവുമായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവം എന്തുമാത്രം എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഭക്തിയുള്ളവർ, ഞാൻ മാത്രമേ ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മമ്മിക്ക് ഭയങ്കര വിഷമമാണ് ഒരു ആത്മീയ ജീവിതം ഒരു പെൺകുട്ടി പോയില്ലെങ്കിലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനാണെങ്കിൽ ഒരിക്കലും ഈ 2024 ചെക്കപ്പ് ചെയ്യാൻ മമ്മിയും പപ്പായും അമ്മച്ചിയും കൂടെ പരമാവധി ശ്രമിച്ചിട്ടാണ് കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്താൽ ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു എനിക്കിനി ടാബ്ലറ്റ് എടുക്കാൻ പറ്റത്തില്ല, ഞാൻ ചത്തു പോയിക്കോട്ടെ, എനിക്കിനി ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഭയങ്കരമായിട്ട് ബൾക്കിയാകും നമ്മൾ. BP ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് അറിയാമായിരിക്കും. എനിക്ക് കൊച്ചു പ്രായത്തിൽ ഭയങ്കരമായിട്ട് ബൾക്കിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തിനാണ് കഴിക്കുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. അതുപോലെ +2ൻ്റെ റിസൾട്ടും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. എനിക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പോലുമുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തെ പലപ്പോഴും നിന്ദിച്ചിട്ടുണ്ട്, കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്, കുരിശുവരയിൽ ഉഴപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ദൈവമേ ഞാനിത് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, എനിക്കിതെങ്ങനെ നീ തന്നെ, എന്നെ നീ പരീക്ഷിക്കുകയാണോ? എനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ അമ്മച്ചിയുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും, അവരെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ കാര്യത്തിന് വേണ്ടി ആരോടും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ അസുഖം നേരെയാവണമെന്നും. +2ൻ്റെ റിസൾട്ടും 10ൻ്റെ റിസൾട്ടും ഒന്നുമില്ല, നീ തരുന്ന റിസൾട്ട് ഞാൻ സ്വീകരിക്കും. പക്ഷേ അത് ദൈവം ഭയങ്കര ഒരു അത്ഭുതമാണ് തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കൃപാസനത്തിൽ ഞാൻ 2 തവണ വന്നിട്ടുണ്ട്, മമ്മി കൂടുതൽ തവണ വന്നിട്ടുണ്ട്, 4-5 തവണ. അപ്പം ഇന്നലെ ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാളുടെ സാക്ഷ്യം കേട്ടു. അത് ഭയങ്കര എനിക്കൊരു ഇൻസ്പിറേഷനായി. പിന്നെ ഞാൻ സാക്ഷ്യം കേട്ട് മമ്മിയോട് ഞാൻ വഴക്കിട്ടിട്ടാണ് ഇന്ന് വന്നത്. കാരണം മമ്മിക്ക് ടീച്ചറായിക്കൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും പോകണം സ്കൂളിൽ. അപ്പം എനിക്കും പറ്റില്ല, കാരണം എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ശനിയാഴ്ച മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ, ഞായറാഴ്ച കുർബാന കളയണം, അപ്പം നമുക്ക് ഇന്ന് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഇന്ന് വന്നത്. അത് ദൈവത്തിൻ്റെ വലിയൊരു സഹായമായിട്ട് ഞാൻ കൂട്ടുന്നു. നന്ദി. പ്രൈസ് ദി ലോർഡ്. മോള് പറഞ്ഞതുപോലെ അവൾ വിശ്വാസത്തിൽ ഒത്തിരി പുറകോട്ടായിരുന്നു. ഇന്നലെ അവൾ വഴക്കിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരണം, സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുന്നേ, മോളില്ലാതെ ഒരിക്കലും സാക്ഷ്യം പറയാൻ അനുവദിക്കില്ല, കാരണം അവൾക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഏതായാലും എനിക്കറിയാം ഞാൻ നിർബന്ധിച്ചാലൊന്നും ഇവളുടെ ഒരു രീതിയിൽ ഇവൾ വരില്ല. പക്ഷേ ഇവൾ ഇന്നലെ എന്നോട് വഴക്കിട്ടും, അമ്മേ നമുക്ക് ഇന്ന് തന്നെ പോകണം, ഞായറാഴ്ച വന്നാൽ ഒരുപക്ഷെ നമുക്ക് കുർബാന മുടങ്ങും, ഇന്ന് തന്നെ പോകണമെന്ന് വഴക്കിട്ട് മോളാണ് എന്നെ കൊണ്ടുവന്ന് രാവിലെ 4 മണിയായപ്പോൾ ഇവൾ തന്നെ അലാറം വെച്ച് എണീറ്റ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എല്ലാറ്റിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 14-ാം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ഇവിടെ പുതിയ ജീവൻ നാം എടുക്കുന്ന എത്രയോ, അതായത് പുതുതായ ഒരു ജന്മം, പുതിയ ജന്മം കൊള്ളുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അൾത്താരയിൽ വ്യക്തിത്വ രൂപീകരണം എങ്ങനെ ഉണ്ടാകുന്നു ഉടമ്പടിയിലൂടെ. നാം കൃപാസനം തന്നെ സ്ഥാപിതമായിരിക്കുന്നത് വ്യക്തികളുടെ ജീവിത നവീകരണത്തിലൂന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സാംസ്കാരിക വേദിയായിട്ടാണ് ഈ കൃപാസനം തന്നെ സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ പറയാം. അതായത് എല്ലാ രീതിയിലും വ്യക്തികൾ മാറ്റപ്പെടുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. താൻ ഇങ്ങോട്ട് വരാനൊന്നും കരുതിയിരുന്നയാളല്ല, താൻ ഇവിടെ വന്നിട്ടുണ്ട്.
താൻ പ്രാർത്ഥിച്ചിട്ടില്ല, തനിക്ക് എങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്ന് തനിക്ക് തന്നെ അറിയില്ല. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നു. ഏഞ്ചൽ പറഞ്ഞ വാക്കുകളാണിത്. ഏഞ്ചലിന് ഇന്നലെ ഒരു സാക്ഷ്യം പ്രചോദനമായെന്നും പറയുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം, യൂട്യൂബിൽ ധ്യാനങ്ങൾ കൂടണം, ഇതൊക്കെ അത് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ എത്രയോ മക്കളെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ അൾത്താരയിൽ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ തനിക്ക് 4th ക്ലാസ് തൊട്ട് തുടങ്ങിയ തൻ്റെ അസുഖം അത് കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. BP ടാബ്ലറ്റ് ഇപ്പോൾ എടുക്കേണ്ട, ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാം. ഫുഡുമൊക്കെ ഈ മകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതായത് എല്ലാറ്റിനും പഥ്യം നോക്കണം. അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരിയേറെ ഡള്ളായി, ആകെ ഒരു എല്ലാറ്റിനോടും ഒരു നെഗറ്റിവിറ്റി. എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് ഏഞ്ചൽ തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു പുതിയ മകളായിരിക്കുകയാണ്, വ്യക്തിയായിരിക്കുകയാണെന്ന്. അതുതന്നെയാണ് ഈ അമ്മയ്ക്കും ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത്. അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു. അവർ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാകുന്നു. പിന്നീട് തനിക്ക് കിട്ടിയ മറ്റ് പല കാര്യങ്ങളും എല്ലാം ഈ അമ്മ ഇവിടെ പങ്കുവെച്ചു. തൻ്റെ ടീച്ചറായ തൻ്റെ ജീവിതത്തിലും താൻ എത്രമാത്രം കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തീഷ്ണത കാണിക്കുന്നു, അതും ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് തങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ വന്ന് നീ മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.